അങ്ങനെ രണ്ടുപേരും കൂടെ നമ്മൾ വ്ലോഗ് ചെയ്യാൻ പോണേട്ടാ. വായിക്കേ. മുഹമ്മദ് അൽത്താഫ് ഹലോ ഗൈസ്, കുറച്ച് കസ്റ്റമൈസ് ചെയ്ത ഐറ്റംസ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കാണിച്ചു തരാം. ആൻഡ് ഇവിടെ ഒരാൾ കൂടി ഉണ്ട്. ഇടക്ക് അങ്ങനത്തെ അപശബ്ദങ്ങളൊക്കെ കേൾക്കാം. അപ്പോൾ ഇതുപോലെ കസ്റ്റമൈസ് ചെയ്ത ഐറ്റംസ് ഒക്കെ എൻ്റെ ഒരു സെക്കൻഡ്. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് കുറച്ച് കസ്റ്റമൈസ്ഡ് ഐറ്റംസ് ഇന്നലെ വന്നത് ഈ വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇത് വളരെ എക്സ്പെക്ട് ചെയ്യാനൊന്നുമില്ല, വളരെ കുറച്ച് ഐറ്റംസ്. ഇപ്പോഴും നമുക്ക് വീഡിയോസ് കാര്യങ്ങൾ എടുക്കാൻ കിട്ടാറില്ല കസ്റ്റമൈസ് ചെയ്ത ഐറ്റംസ് ഒന്നും. ഇത് ഒരു നെയിം ബോർഡിൻ്റെ പീസാണ് കേട്ടോ. കംപ്ലീറ്റ് ആണെങ്കിൽ ഇതും കൂടെ വരണം. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ബേസിൽ ബ്ലാക്ക് പൗഡർ കോട്ട് ചെയ്ത് GI ഷീറ്റ് വെച്ചിട്ട് ചെയ്തേക്കുന്ന ഒരു നെയിം ബോർഡാണിത്. അതുപോലെ കുറേ നെയിം ബോർഡ്സ് നമ്മൾ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെയ്തേക്കുന്ന ഒരു നെയിം ബോർഡാണിത്. ഇത് ഒരു പ്രൊജക്ഷൻ വെച്ച ടൈപ്പാണ് കേട്ടോ. ഇത് കണ്ടോ, ഇത് നേരെ വാളിലേക്ക് MC-യിലൊക്കെ ഇട്ട് ഫിക്സ് ചെയ്യുന്ന രീതിക്കാണ് ചെയ്തേക്കുന്നത്. ആൻഡ് ഇങ്ങനത്തെ കുറേ നെയിം ബോർഡ്സിന് എൻക്വയറി കാര്യങ്ങൾ കൂടുതലുണ്ട് കേട്ടോ, ഈ മെറ്റലിൽ ഇങ്ങനെ ചെയ്യുന്നത്. ആൻഡ് ഇതിൻ്റെ കൂടെ തന്നെ ഉള്ളതാണ് കേട്ടോ. ഇത് ഇങ്ങനെ ചാരിയൊക്കെ വെക്കാൻ വേണമെങ്കിൽ ഇതൊരു ടേബിൾ ഡെക്കറൊക്കെ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ തോന്നുന്നുണ്ട്. ആൻഡ് ഇതൊരു ബിസ്മി 100 സെൻറ്റിമീറ്ററിൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ചെയ്താണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ നമ്മൾ യൂസ് ചെയ്യണത് 1 mm തിക്നെസ് ഉള്ള സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കേട്ടോ. ബാക്ക് ഇങ്ങനെയാണ് വരിക, ജസ്റ്റ് പ്ലെയിൻ കളറിൽ. ഇത് എൻ ഇറൈവനിൻ അരുൾ കൊടൈ എന്നാണ് ഇത് എഴുതിയേക്കുന്നത് കേട്ടോ. ആൻഡ് ഹാദാമിൻ ഫല്ലി റബ്ബിയുടെ തമിഴ് മീനിങ് നമ്മൾ ചെയ്തതാട്ടോ ഇതിൽ. ഇതും ഒരു കസ്റ്റമൈസേഷനാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഇംഗ്ലീഷിലും നമ്മൾ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട്. ആൻഡ് വേറൊരു ഡിസൈനാണ് നമ്മൾ സാധാ ചെയ്യാറുള്ള ബിസ്മി വിത്ത് ഹാദാമിൻ ഫല്ലി റബ്ബിയാണ് ഇത് ഈ കാണുന്നത്. ആ ഡിസൈൻ വേണ്ട, ബിസ്മിയും ഹാദയും ഒരേ സൈസിൽ വരുന്ന ഡിസൈൻ ചോദിച്ചിട്ട് കസ്റ്റമൈസ് ചെയ്തൊരു ഡിസൈനാണ് ഇത് കേട്ടോ. ബിസ്മി ആൻഡ് അതിൻ്റെ താഴെ തന്നെ ഹാദാമിൻ, ഇത് ഇസുവിൻ്റെ കളിപ്പ് സാധനങ്ങളാണ്. അപ്പോൾ ബിസ്മിയുടെ അടിയിൽ തന്നെ ഹാദാമിൻ ഫല്ലി റബി വന്നിട്ടുള്ള ഒരു ഡിസൈനാണ്. ഇതൊരു 40 സെൻറ്റിമീറ്റർ ലെങ്ത്തും 20 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ ചെയ്തേക്കുന്നതാണ്. ഇതും നമുക്ക് പല സൈസിൽ ചെയ്യാൻ പറ്റും. ആൻഡ് ഇത് മാഷാല്ലാ തബാറക്കല്ല. ഇത് ഒരു വ്യത്യാസമുണ്ട്. ഡിസൈൻ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, കുറച്ച് ചതഞ്ഞ രീതിക്കാണ് ഇരിക്കുന്നത്. 100 സെൻറ്റിമീറ്റർ ലെങ്ത് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ സ്കെയിലബിൾ സൈസ് 30 അടുത്താണ് വരിക. അവർക്ക് വെക്കാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് അവരെന്താ 20 സെൻറ്റിമീറ്റർ ഹൈറ്റ് മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്ത ഒരു ഡിസൈനാണ്. അപ്പോൾ ചെറുതായിട്ടൊന്നും അടിച്ച് താത്തിയ പോലത്തെ ഒരു ഡിസൈനാണ് ഈ മാഷാല്ലാ തബാറക്കല്ല. ഇത് GI ഷീറ്റിൽ ചെയ്തേക്കുന്ന തന്നെ ബിസ്മി 100 സെൻറ്റിമീറ്ററിൻ്റെ. ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ 100 സെൻറ്റിമീറ്ററിൻ്റെ തന്നെയാണ് കേട്ടോ. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഗോൾഡ് ഇതുപോലത്തെ ഗ്ലോസി ഫിനിഷാണ്. ഇത് GI ഷീറ്റ് മാറ്റ് ഫിനിഷ്. അല്ലാഹു അക്ബർ മോഡലാണ് കേട്ടോ. ഇത് ഈ അടുത്ത് തന്നെ കുറേ എൻക്വയറിയും വരുന്നുണ്ട് ആൻഡ് കുറേ ഓർഡർ കാര്യങ്ങൾ വന്നായിരുന്നു. ഇപ്പൊ ഈ വീഡിയോയിൽ കാണിച്ചത് ഫുള്ള് GI ഷീറ്റിന്റെയും സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഒക്കെയാണ്. നമ്മുടെ അക്രിലിക്കിന്റെയും മൾട്ടിവുഡിൽ ചെയ്തേക്കുന്ന അസ്മാവുലുസിന്റെ ഒക്കെ കുറേ കസ്റ്റമൈസ്ഡ് സൈസും കുറേ കസ്റ്റമൈസ്ഡ് ഡിസൈൻസും റെസിൻ വർക്ക് ഒക്കെ നമ്മുടെ മേക്കിംഗ് യൂണിറ്റിൽ തന്നെ നേരെ കൊറിയർ പോകുന്നുണ്ട്. കാര്യം ഇവിടെ എത്താനുള്ള ആ ഗ്യാപ്പ് ഇല്ലാത്തതുകൊണ്ട്, എല്ലാ കസ്റ്റമറിനും നല്ല അർജന്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ നേരെ അവിടെ നിന്ന് തന്നെ കൊറിയർ അയക്കുമല്ലോ. അപ്പോൾ അതൊന്നും വീഡിയോയിൽ പറ്റാറില്ല. പക്ഷേ എല്ലാം പുതിയ പുതിയ സാധനങ്ങളാണ്, നമുക്കത് ചെയ്യണം എന്നൊക്കെ ഉണ്ട്. ആൻഡ് കസ്റ്റമറിന്റെ അടുത്ത് വീഡിയോസ് കാര്യങ്ങളൊക്കെ ചോദിക്കും, ബട്ട് അതും കിട്ടാറില്ല. കിട്ടണ വെച്ചിട്ട് ഞാൻ എന്തായാലും ലോങ് വീഡിയോസോ ഷോർട്ട് വീഡിയോസോ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.